വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി, എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ട്, ഞാൻ ഇതുവരെ പാരഗണിൽ നിന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഈവനിങ് ആയപ്പോൾ പാരഗൺ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി ഹൈപ്പിനുള്ളതുണ്ടോ എന്ന് എനിക്കറിയില്ല, ഹൈപ്പിനുള്ളത് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ റഹ്മത്ത് നിന്ന് ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. റഹ്മത്തിലെ ബിരിയാണി ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റഹ്മത്തിലെ ബിരിയാണി നല്ലത്. ഓക്കെ, അവിടെ നിന്ന് ഞങ്ങൾ SM സ്ട്രീറ്റിലോട്ട് കയറി. SM സ്ട്രീറ്റിൽ നിന്ന് ഞാൻ കുറച്ചധികം ഹൽവ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഇയറിങ്സൊക്കെ നോക്കി നിന്ന് വെള്ളം ഇറക്കിയെങ്കിലും ഞാനത് വാങ്ങിയില്ല. പിന്നെ കുറച്ച് നൈറ്റ് ഡ്രസ്സ് വാങ്ങി. എന്നിട്ട് ഞാൻ നേരെ ബീച്ചിലേക്കാണ് പോയത്. ബീച്ചിൽ പോയിട്ട് ഞാൻ നേരെ ഉപ്പ് സോഡ കുടിച്ചു, കാരണം അത്രയും ചൂടായിരുന്നു. അതിനുശേഷം ഞാൻ കൂന്തൽ നിറച്ചത് കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മനസ്സൊട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ആ വിലയ്ക്ക് അത് കഴിക്കാൻ. പക്ഷെ ഞാൻ കഴിച്ചു. അതിന് ശേഷം പാരഗണിൻ്റെ തന്നെ ടീ സ്പോട്ട് ഉണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിരുന്നു. കുറച്ച് കാറ്റൊക്കെ കൊണ്ടതിന് ശേഷം അവിടുന്ന് ചായ വാങ്ങി കുടിച്ചു. പാരഗണിലെ ചായ കിടിലനാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയോ SM സ്ട്രീറ്റിൻ്റെ ഫുൾ ഫോം എന്താണെന്ന്? മലയാളം മിഠായി തെരുവെന്നാണ്. ഇംഗ്ലീഷിൽ അതിൻ്റെ ഫുൾ ഫോം സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്നാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ പറയാൻ കാര്യം എന്താണെന്ന് ചിന്തിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഒരറിവും ചെറുതല്ല എന്നാണല്ലോ. അപ്പോൾ ശരി എന്നാൽ.